രഹന ഫാത്തിമയ്ക്കെതിരായ കേസിൽ തുടരന്വേഷണം നിർത്തിവെച്ച പോലീസ് നടപടിയെ രൂക്ഷമായി വിമർശിച്ച പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. ശബരിമല അയ്യപ്പനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ രഹന ഫാത്തിമ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ച ആ കേസിലാണ് ഇപ്പോൾ പോലീസ് തുടരന്വേഷണം നിർത്തിവെച്ചത്. ഫേസ്ബുക്കിന്റെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു വിശദീകരണം. ഈ സാഹചര്യത്തിലാണ് ഈ കേസിലെ പരാതിക്കാരനായ BJP നേതാവ് B. രാധാകൃഷ്ണ മേനോൻ വീണ്ടും കോടതിയെ സമീപിച്ചത്. ഇതോടെയാണ് ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് വീണ്ടും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എത്രയും വേഗം ഈ കേസിൽ തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ബോധപൂർവം ഈ കേസ് പോലീസ് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും ഈ കേസിൻ്റെ ആരംഭം മുതൽ കേസിൽ പ്രതിയായിട്ടുള്ള രഹന ഫാത്തിമയെ അറസ്റ്റ് ചെയ്യുന്നതിന് അടക്കം വൈമനസ്യം കാണിച്ചവരാണ് കേരളത്തിൻ്റെ പോലീസും കേരളത്തിൻ്റെ സർക്കാരും. ശബരിമല സന്നിധാനത്തെ മലീമസമാക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടി അന്ന് സുപ്രീം കോടതി വിധിയുടെ മറവിൽ ഇവരെ ഒരു പാക്കേജായിട്ട് കൊണ്ടുവന്നതാണ്. അത് ഗവൺമെൻറ് സ്പോൺസേഡായിട്ടാണ് യഥാർത്ഥത്തിൽ രഹന ഫാത്തിമയും ബിന്ദു അമ്മിണിയും ഇതേപോലെയുള്ള പല ആളുകളെയും ചാക്കിക്കെട്ടിയും അല്ലാതെ പോലീസ് അകമ്പടിയിലും ഒക്കെയായിട്ട് സന്നിധാനത്തെത്തിച്ചുകൊണ്ട് അയ്യപ്പ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്താനും ഒപ്പം ശബരിമല സന്നിധാനത്തിൻ്റെ ആ ഒരു പവിത്രതയെ കളങ്കപ്പെടുത്താനുമുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നു. ആ നീക്കത്തിനെതിരെയുള്ള മനോവിഷമമുള്ള ഭക്തജനങ്ങൾ, ആ ഭക്തജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാൻ ആ സമയത്ത് പത്തനംതിട്ട പോലീസിൽ ഇവർക്കെതിരായിട്ടുള്ള പരാതി സമർപ്പിച്ചത്. 6.5 വർഷവും പോലീസ് ഇവർക്ക് വേണ്ടുന്ന സാവകാശം കൊടുക്കുകയായിരുന്നു. കാരണം ആ പരാതി വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ഹൈക്കോടതിയിൽ ഇത് കാഷ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോയി. അപ്പോൾ ആ സമയത്ത് എനിക്ക് നോട്ടീസ് വന്നു. അതിൽ നമ്മൾ കക്ഷി ചേർന്നു. ഹൈക്കോടതിയുടെ മുന്നിൽ നമ്മൾ വസ്തുതകൾ വീണ്ടും നിരത്തി. അപ്പോൾ ഹൈക്കോടതി അത് അനുവദിച്ചില്ല. അതിനുശേഷം അവർ ഡൽഹിയിലുള്ള വലിയ അഭിഭാഷകരെയൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് അവർ ഡൽഹിയിൽ സുപ്രീം കോടതിയെ സമീപിച്ചു. ആ സമയത്തും എനിക്ക് നോട്ടീസ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ കേസിൽ ഫോളോ അപ്പ് എന്നുള്ള നിലയിൽ എൻ്റെ സുഹൃത്തുക്കളായ അഭിഭാഷകരെ ഡൽഹിയിലും നിയോഗിച്ചു. അങ്ങനെ നിരന്തരമായി അവർ ഈ കേസ് ക്വാഷ് ചെയ്തു പോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു. അപ്പോൾ അതിന് കൂട്ടുപിടിച്ചുകൊണ്ടാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകി ഇരുന്നത്. അപ്പോൾ അതിനുശേഷം സുപ്രീം കോടതിയിൽ നിന്നും അവർക്ക് കേസ് കാഷ് ചെയ്യുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോഴേക്കും പോലീസും ഗവൺമെൻറ്റും കൂടെയുള്ള താല്പര്യപ്രകാരം ഈ കേസിൽ ഫർദർ അന്വേഷണത്തിനുള്ള തെളിവുകൾ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ക്ലോസാണ് ഈ ഫേസ്ബുക്കിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതിലൂടെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പോൾ അന്വേഷണം തെളിവ് ലഭിക്കാൻ ഇനി സാധ്യതയില്ലാത്തതുകൊണ്ട് അത് എഴുതി തള്ളേണ്ടി വരും. അപ്പോൾ അങ്ങനെ എഴുതി തള്ളുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് എനിക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് വീണ്ടും പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ നോട്ടീസ് വരുന്നത്. അപ്പോൾ ആ നോട്ടീസിന് മറുപടി എന്നുള്ള നിലയിലാണ് ഞാൻ അപ്പിയർ ചെയ്തത്. ഞാൻ പുതിയ കേസ് കൊടുക്കുകയല്ല സത്യത്തിൽ ചെയ്തത്. അപ്പോൾ അവർ ഇതിനെ പൂർണ്ണമായിട്ട് എഴുതി തള്ളാൻ നടത്തിയ അവസാനത്തെ ശ്രമം, ആ ശ്രമത്തിൽ എനിക്ക് ലഭിച്ച നോട്ടീസ്, ആ നോട്ടീസിൽ വീണ്ടും പത്തനംതിട്ടയിലെ അഡ്വക്കേറ്റ് അനിൽകുമാറിനെ പ്രത്യേകമായി നിയോഗിച്ചുകൊണ്ട് പ്രത്യേക അഫിഡവിറ്റ് അക്കാര്യത്തിൽ ഫയൽ ചെയ്തു. കാരണം അത് പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോയിട്ടില്ല. അത് ആ പോലീസ് കേസ് ഡയറി പരിശോധിക്കുമ്പോൾ ബോധ്യമാണ്. അല്ലെങ്കിൽ അതിന് ആ സ്റ്റെപ്പ് എടുത്തിട്ടില്ല, 196 അനുസരിച്ചിട്ടുള്ള സ്റ്റെപ്പുകൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കോടതിയുടെ മുന്നിൽ വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ബോധിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അഭിഭാഷകൻ അത് വളരെ കൃത്യമായിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്തു. അതിനെ തുടർന്നിട്ട് ആണ് പോലീസിനെ ഇപ്പോൾ രൂക്ഷമായി വിമർശിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ രഹന ഫാത്തിമയ്ക്ക് ഇതിലൊരു ശിക്ഷ ലഭിക്കുന്നത് വരെ നിയമ നടപടികളുമായി താങ്കൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും? തീർച്ചയായിട്ടും അത് ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികളുടെ ഒരു വികാരമാണ്, ആവശ്യമാണ്. കാരണം ബോധപൂർവം അയ്യപ്പ സന്നിധിയെ കളങ്കപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. ഇപ്പോൾ വീണ്ടും കേരള ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്ത സംഗമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദു സംഘടനകളെയോ ഹിന്ദു വിശ്വാസികളെയോ പങ്കെടുപ്പിക്കാതെ ഇതേപോലെയുള്ള ആക്ടിവിസ്റ്റുകളെയൊക്കെ രംഗത്തിറക്കിക്കൊണ്ട് വേറെ പുതിയ എന്തോ പരിപാടി ആസൂത്രണം ചെയ്യുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് ഈ വിധി വരുമ്പോൾ അതിന് ഒരു അയ്യപ്പൻ്റെ തന്നെ ഒരു നിശ്ചയമായിട്ടാണ് ഞാനതിനെ കരുതുന്നത്. കാരണം ഈ സമയം വരെ അത് നീണ്ടുപോകാനും ഇപ്പോൾ വീണ്ടും കേരള സർക്കാർ വിശ്വാസികൾക്ക് വിരുദ്ധമായ ചില നടപടികളുമായി ശബരിമല ക്ഷേത്രത്തെ വീണ്ടും ബന്ധിപ്പിക്കാനുള്ള പരിശ്രമം, അതിനെ ഒരു ആഗോള കേന്ദ്രമാക്കാനോ അവിശ്വാസികളുടെ കേന്ദ്രമാക്കാനോ ഒക്കെ ആലോചിക്കുമ്പോൾ ഏതാണ്ട് ഇതിന് സമാനമായിട്ടാണ് നമുക്കറിയാമല്ലോ ആ പ്രക്ഷോഭകാലത്ത് പ്രത്യേകം മതിൽ കെട്ടാനുള്ള ശ്രമമൊക്കെ നടത്തിയല്ലോ ചില സംഘടനകളെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ നടത്തുന്ന അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഗവൺമെൻറ് വീണ്ടും ശ്രമിക്കുന്നത്. അപ്പോൾ ആ ശ്രമത്തിനേറ്റ ഒരു തിരിച്ചടി കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഈ രഹന ഫാത്തിമയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കേരള സർക്കാർ
കിണഞ്ഞു പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. കേരള സർക്കാർ തീർച്ചയായിട്ടും അവരെ സഹായിക്കുന്നുണ്ടായിരുന്നു. സർക്കാരിന് വേണ്ടി പോലീസ് സഹായിക്കുന്നുണ്ടായിരുന്നു. അതാണല്ലോ അവർ അന്ന് സന്നിധാനത്തേക്ക് അവർ പോയതിൻ്റെ കാഴ്ച ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളുടെയൊക്കെ ഇതിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെ പോലീസാണ് ഏറ്റെടുത്തത്. അപ്പോൾ പോലീസിൻ്റെ ആവശ്യപ്രകാരമായിരിക്കും ഒരുപക്ഷെ അവർ വന്നത്. അപ്പോൾ അവരെ ഇപ്പോൾ കേസിൽ നിന്നും വിടുതൽ ചെയ്ത് പറഞ്ഞയക്കേണ്ടത് കൊണ്ടുവന്നവരുടെ കടമയാണല്ലോ. അതിനുള്ള പരിശ്രമമായിരിക്കും അവർ നടത്തുന്നത്. പക്ഷേ ആ കൊണ്ടുവന്നവരെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. എന്തായാലും നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഇതിന് അവസാന സമയം വരെ ഏതൊക്കെ നിയമപരമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തുടരും. ഇക്കാര്യത്തിൽ പോലീസ് അടിയന്തരമായിട്ട് ഈ ഫേസ്ബുക്കിൻ്റെയോ മറ്റ് എന്തൊക്കെ തെളിവാണ് അവർക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ അത് ശേഖരിക്കണം. അത് ശേഖരിക്കാനുള്ള സംവിധാനമുണ്ട്. മാത്രമല്ല ഇതെല്ലാം ലോകം മുഴുവൻ കണ്ട ഫേസ്ബുക്ക് പോസ്റ്റിന് ഇനി പുതിയ തെളിവ് വേണം എന്ന് പോലീസ് പറയുന്നത് തന്നെ വളരെ ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമായിട്ടാണ് കേൾവിക്കാർക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ശാസ്ത്രീയമായിട്ട് വേണമെങ്കിൽ അവർ ശേഖരിക്കണം. എന്നിട്ട് ഉചിതമായ ശിക്ഷ ഇവർക്ക് വാങ്ങിക്കൊടുക്കണം. അതൊരു മാതൃകാപരമായ നടപടിയാവണം. ഇതേമാതിരിയുള്ള ആളുകളെ കൊണ്ടുവന്നുവിട്ട് വിശ്വാസത്തെ വ്രണപ്പെടുത്താനുള്ള ആ തുടർ ശ്രമത്തിൽ നിന്നും സർക്കാരും പിന്മാറണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വിഷയങ്ങളിലൊക്കെ താങ്കൾ ശക്തമായി ഇടപെടുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലയുടെ ഒരു ചുമതല കൂടി കിട്ടിയിട്ടുണ്ട് എന്ന് കൂടി അറിയുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും പത്തനംതിട്ട ജില്ലയുടെ സംഘടനാ ചുമതല പ്രഭാരി എന്നുള്ള നിലയിൽ നിയോഗിച്ചതായി എനിക്ക് കഴിഞ്ഞ ദിവസം അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പത്തനംതിട്ടയിൽ 2009 അവിടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നയാളാണ്. അന്നു മുതൽ എനിക്ക് വളരെയേറെ വ്യക്തിപരമായ ബന്ധവും സംഘടനാ ബന്ധവും എല്ലാമുള്ള പ്രദേശമാണ്. തീർച്ചയായിട്ടും വരുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലും തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം പത്തനംതിട്ട ജില്ലയിലെ സംഘടനയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. ശബരിമല അയ്യപ്പനെ അധിക്ഷേപിച്ച കേസിൽ ബി രാധാകൃഷ്ണ മേനോന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് തുടരന്വേഷണം പോലീസ് നിർത്തിവെച്ചത്. ഫേസ്ബുക്കിന്റെ ഭാഗത്തു നിന്ന് വിശദീകരണം ലഭിക്കുന്നില്ല എന്ന് കാട്ടിക്കൊണ്ടാണ് പോലീസ് ഈ കേസിൽ അന്വേഷണം നിർത്തിയത്. എന്നാൽ ഇതിനെതിരെ വി രാധാകൃഷ്ണ മേനോൻ വീണ്ടും കോടതിയെ സമീപിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് പോലീസിന് രൂക്ഷമായ വിമർശനമുണ്ടായിരിക്കുന്നത്. 6.5 വർഷക്കാലത്തോളം ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാതെ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എത്രയും വേഗം ഇതിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.